കോളിഫ്ലവർ കൊണ്ട് ചില്ലി ഗോബി ഉണ്ടാക്കും. ഒരു ക്യാപ്സിക്കം, 3 തക്കാളി, കുറച്ച് ഗാർലിക്, കുറച്ച് ജിഞ്ചർ, ചില്ലി, ഓണിയൻസ്, കറി ലീവ്സ് ഇതൊക്കെ എടുത്ത് 2 തക്കാളി വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നു. ബോയിൽ ചെയ്തിട്ട് സ്കിൻ റിമൂവ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. മാറ്റി തിളച്ച് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പം പുറത്തെടുക്കാം. തക്കാളി ചൂടുവെള്ളത്തിന് എടുത്തിട്ട് തൊലി പൊളിച്ച് ചൂടായിട്ട് തൊലി പൊളിച്ചിട്ട് മിക്സിയിലൊന്ന് അടിക്കുക. കോളിഫ്ലവർ അടർത്തിയെടുത്തിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിയെടുക്കും. കോളിഫ്ലവർ ഇട്ട് മുക്കിയെടുക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പിടും. ഇതിലേക്ക് കോളിഫ്ലവറിലെ അഴുക്കൊക്കെ പോകാൻ വേണ്ടി ഇൻസെക്ടിസൈഡ്സോ പെസ്റ്റിസൈഡ്സോ ബോംബ്സ് ഇൻസെക്ട് must be killed by boiling and adding turmeric also. വിഷം മാറ്റാനുള്ള മരുന്നാണ് ടർമറിക്. തിളച്ച് കഴിയുമ്പോൾ തീ എടുത്തിട്ട് കോളിഫ്ലവർ കോരി വെക്കാം. വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. വെള്ളം തിളച്ചു. ഇനി തീ എടുത്തിട്ട് കോളിഫ്ലവർ നിന്ന് കോരിയെടുക്കാം. തക്കാളിയുടെ ചൂടാറി ഇതിൻ്റെ തൊലി കളയാൻ എടുക്കാം. തക്കാളി തൊലി പീൽ ചെയ്ത് മാറ്റി തക്കാളിനെ മിക്സിയിൽ നിന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും കുറച്ച് മധുരവും ഇട്ട് അടിച്ച് സോസാക്കിയെടുക്കാം. ഒരു ചിക്കൻ ഫ്രൈ മസാല കുറച്ചെടുക്കും. മസാലപ്പൊടി വെള്ളം ചേർത്തിട്ട് ഇത് എണ്ണയിൽ വറുത്തത്. ഇത് കോൺഫ്ലവർ ചേർത്തു ഉപ്പിട്ട് പെപ്പർ പൗഡർ ഇട്ട് കുറച്ച് മുളക് പൊടി, കാശ്മീരിയും എരിവുള്ളതും കൂടെ മിക്സ് ചെയ്തേക്കുന്നത്. മുളക് പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്തു കുറച്ച് ഗരം മസാല പൗഡർ ചേർത്തു. ഇതില്ലാതെ പുരട്ടി വെക്കാം. കോളിഫ്ലവറിൽ പിടിപ്പിക്കുക, മാരിനേറ്റ് ചെയ്യുക. കോളിഫ്ലവറിൽ ഇതിലെല്ലാം മസാല പിടിക്കാൻ വേണ്ടി ഇളക്കി വെച്ചു. മസാല പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ എണ്ണയിൽ വറുത്തിടാം. എല്ലാം പുരട്ടി വെച്ചു. കോളിഫ്ലവർ അതിലൂടെ 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുന്നു. ടൊമാറ്റോ സോസ് റെഡിയായി അരച്ചു വെച്ചു. സ്പൈസസ് മസാല എല്ലാം പെട്ടി വെച്ചു. ഇനി ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. ചട്ടിയിൽ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ കോളിഫ്ലവർ ഇട്ട് വറുക്കുന്നു. സോള, ക്യാപ്സിക്കം, ഗാർലിക്, ജിഞ്ചർ, കറി ലീവ്സ് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. തക്കാളി ഒരെണ്ണം അരിഞ്ഞു വെച്ചു. കോളിഫ്ലവർ വറുത്ത് കഴിഞ്ഞിട്ട് ഇത് വറുക്കാം. വറുത്ത് മൂപ്പിച്ചിട്ട് കറി വെക്കാം. കോളിഫ്ലവർ കോരിയിട്ട് ബാക്കിയുള്ളവരെ വറുത്തെടുക്കാം.
സവാള വഴണ്ട് എണ്ണ അടുപ്പത്തേക്ക് ചൂടായി ഇനി സവാള എല്ലാം ഇട്ട് വഴറ്റുന്നു. കോളിഫ്ലവർ വേണം കഴിഞ്ഞ് സവാള സവാള ക്യാപ്സിക്കം എടുത്ത് തൊലി നിൽക്കും. ഈ തക്കാളി ഇല്ലെങ്കിൽ സബോളയ്ക്ക് ക്യാപ്സിക്കം ടൊമാറ്റോയ്ക്ക് ആവശ്യത്തിന് സോൾട്ട് ഇടും. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും വഴറ്റുന്നു. സബോള ക്യാപ്സിക്കം ഇതൊക്കെ മൂത്ത് തക്കാളി വെന്ത് അരിഞ്ഞ് ഇതിലേക്ക് കുറച്ച് അരപ്പ് ചേർക്കാം. കുറച്ച് മീറ്റ് മസാല പൗഡർ ചേർക്കാം. മുളക് പൊടി ചേർത്ത് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. അരപ്പൊന്ന് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. കോളിഫ്ലവർ വറുത്ത് ഇതിലേക്ക് ഇടുന്നു. ഇതിലേക്ക് സോസ് ടൊമാറ്റോ കുറച്ച് വെള്ളം ചേർക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് കുറച്ച് കോൺഫ്ലവർ ചെഞ്ചറിൽ വെള്ളത്തിൽ കലക്കി വെച്ച് തിളപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കും. കോൺഫ്ലവർ കലക്കുകയും കോളിഫ്ലവർ വറുത്ത ചെഞ്ചറിൽ വെച്ച് തിളപ്പിച്ച് വെള്ളം കഴിക്കുന്നു. കോൺഫ്ലവർ കളിക്കുന്നു തിക്കാവാൻ. കോളിഫ്ലവർ ചില്ലി റെഡിയായി. കോളിഫ്ലവർ ചില്ലി റെഡിയായി. വെജിറ്റേറിയൻസിൻ്റെ ചിക്കൻ കറി. ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി, ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കി